ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പിൻ്റെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടി വറുത്തെടുക്കുന്ന ടൈമിൽ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ വറക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കുറച്ചധികം വറുത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടി നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പൊടി നല്ലോണം വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാനിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം ഈ പാനിന് ഓൾറെഡി നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഗോതമ്പ് പൊടി കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം ഞാനൊരു പാനിലൊരു 2 കപ്പോളം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഈ വെള്ളം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എന്താ ഇതുപോലത്തെ ഒരു അച്ചാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു 3 ടൈപ്പ് ചില്ല് അവൈലബിൾ ആണ് ഈ ഹോൾസിൻ്റെ. ഞാൻ അതിൽ ഏറ്റവും ചെറിയ ഹോൾസിൻ്റെ ചില്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളൊന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടിലും ഇതുപോലെ ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം പെട്ടെന്ന് അതിൽ നിന്ന് വിടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടേ ഇപ്പോൾ ഈ മാവിനുള്ളൂ. അപ്പോൾ ഇനി ഇത് നല്ലോണം ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മാവിൻ്റെ ചൂട് കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചിലിട്ട് ഇടിയപ്പം ചെയ്തെടുക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ടോപ്പ് അടച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ബാലൻസ് ഉള്ള മാവ് അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തട്ടിലേക്ക് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ ഇത് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു സൈസിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കോക്കനട്ട് ഇഷ്ടമാണെന്നുള്ളവർക്ക് ആദ്യം കോക്കനട്ട് തട്ടിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇടിയപ്പം പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇടിയപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചെറിയ തട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം വലിയ തട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഫിംഗർ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല, നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം നല്ലോണം വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇത് വിടിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്